എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. തള്ള രാവിലെ തുടങ്ങി, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങി പാപം ചെയ്യാതിരിക്കാൻ കിടക്കുമേൽ. മോനെ, നീ എവിടെ പോകുക? ടീനു, നിന്നെ. മോനെ, നിനക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? പപ്പ മരിച്ചതിന് ശേഷം എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഈ വീട് നടത്തുന്നത്. നീ കൂടെ എന്നെ ഒന്ന് സഹായിച്ചാൽ. തുടങ്ങി പുരാണം. എനിക്ക് എന്റേതായിട്ടുള്ള 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്നെ ഉപദേശിക്കാവല്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. തകർത്തുവാരുമായിരുന്നേ. സൂപ്പറാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോ, ഞാനിപ്പോ ഒരു പണി കാണിക്കാം. കൊളവാക്കല്ലേ. നീ കണ്ടോ, ഞാനിപ്പോ കലക്കും. എക്സ്ക്യൂസ് മീ, സമയം എന്തായി? 10 മണി. വാച്ചെടുക്കാൻ മറന്നോണ്ടാണേ. ഓക്കെ. എവിടെ പോവാ? കൂട്ടുവരണോ? നീ ഇങ്ങോട്ട് പോരും. ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. ആ ഫോൺ നമ്പർ തരാം, ചുമ്മാ ഇരിക്കുമ്പോ വിളിക്കാനാ. മിസ്റ്റർ, തനിക്ക് കുറച്ച് മര്യാദ കാണിച്ചൂടെ? ഫോൺ നമ്പറല്ലേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ലല്ലോ. വൃത്തികെട്ടവൻ. അങ്ങനെ അങ്ങ് പോയാ വിടടാ കയ്യിൽ നിന്ന്. നീയൊക്കെ കാരണം പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ വയ്യാട്ടാലോടാ. പോടാ വീട്ടിൽ പോടാ വീട്ടില്. വിട്ടോടാ. നില്ലടാ, ഞാനും നില്ലടാ. നോക്കിയിരിക്കാ പൊട്ടിക്കടാ. ഇന്നാകെ നാറി ഇല്ലളിയ. ശരിയാ, അത്രയും വേണ്ടായിരുന്നല്ലേ. കുറച്ചോറായി. അല്ലേലും ഇവനിങ്ങനെ എന്തിനിറങ്ങി തിരിച്ചാലും കുളമായി കൈത്തരും. ഇപ്പൊ അല്ലേ എന്റെ തലയില് നിങ്ങളെല്ലാം മാന്യമായി. ഓടാ പോ. എനിക്കൊരുത്തന്നെ കൂട്ടുവേണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമല്ലോ ചെയ്യും. മനസ്സുള്ളവന്മാരെ കൂടെ നിന്നാവും. എടാ, ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എന്തുദ്ദേശിച്ചില്ലെന്ന്? എനിക്കിനി നിന്റെ ഒന്നും ഒരു സഹായവും വേണ്ട. എല്ലാവന്മാരും ചതിയന്മാരും. ഞാൻ പോവുക. ഇനി എന്നെ കുറിച്ചുള്ള ശല്യം നിനക്കൊന്നുണ്ടാകത്തില്ല. സാരമില്ലടാ, അവനിങ്ങനെ വരും. അച്ഛൻ വന്നോ? അമ്മേ, അച്ഛൻ വന്നു. അച്ഛാ അതെന്തു അച്ഛാ കയ്യില്? എന്നെ ഒന്ന് കാണിച്ചേ. ഇറങ്ങി പോടി വെളിയില്. എന്നെ കാണിച്ചോ? ഇല്ല, ഇപ്പൊ ഞാൻ അമ്മയോട് പറയും.
അമ്മേ ദേ ഈ അച്ഛൻ എന്തോ മാറ് വേണ്ടേ അങ്ങോട്ട്. അമ്മേ ഈ അച്ഛൻ എന്നെ തള്ളിയിട്ട് എന്റെ തല അമ്മേ. എന്റെ ദൈവമേ, എന്താ ഇത്? ഈ അച്ഛൻ എന്നെ തള്ളി. നിക്കടാ അവിടെ. എന്താ തള്ളേ? വന്ന് നീ വീട്ടിൽ ഉപദ്രവം തുടങ്ങിയല്ലേ? മിണ്ടിപ്പോരുത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ജീവിക്കും. എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇറങ്ങടാ വെളിയിൽ. തന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ അത് ഈ വീടിന് പുറത്ത്. മടുത്തു ഞാൻ. എത്രമാത്രം സഹിക്കുന്നു. നിന്നെ കൊണ്ട് എന്ത് പ്രയോജനമായി ഈ വീടിനുള്ളത്? കള്ളു കുടിച്ചിട്ട് കൊച്ചിനെ പോലെ ഉപദ്രവിച്ചു തുടങ്ങി. നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യമായി നീ എന്തിനിങ്ങനെ ജീവിക്കുന്നതാ? നീ ഒന്നും ഇല്ലാതായാൽ ഈ നാട്ടുകാർക്കെങ്കിലും സ്വൈര്യം കിട്ടും. പോടാ, എനിക്കിനി നിന്നെ കാണണ്ട. എവിടെങ്കിലും പോയി തൊലയ. ദൈവമേ, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു മോനെ തന്നത്? പോട്ടമ്മേ. എനിക്കിനി നിന്നെ കാണണ്ട. എവിടെങ്കിലും പോയി തൊലയ. എനിക്കിനി നിന്നെ കാണണ്ട. എവിടെങ്കിലും പോയി തൊലയ. എവിടെങ്കിലും. ആരാ? സിസ്റ്ററെ, നിങ്ങൾ സുവിശേഷ വേലക്കാരാണ്, പ്രാർത്ഥിക്കാൻ. അകത്തേക്ക് വരൂ. ഇരിക്കൂ. സിസ്റ്ററെ, എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാനുണ്ടോ? എന്റെ മോൻ കിടപ്പില്ല. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? തീർച്ചയായും. എവിടെ മോൻ? വരൂ. മോൻ എന്ത് പറ്റി സിസ്റ്ററെ? 6 മാസം മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാ. ഒരു കാലും ഒരു കൈയും തളർന്നുപോയി. ഇപ്പൊ ഇങ്ങനെ കിടപ്പാ. മോൻ വിഷമിക്കണ്ട. ഞങ്ങൾ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു മോനെ സ്നേഹിക്കുന്നു. യേശു സൗഖ്യമാക്കും ദൈവമാണ്. മോൻ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കാൽവരി കുരിശിയാഗമായി തീർന്നത്. മോൻ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കും. മോൻ്റെ പാപങ്ങളെ മോൻ യേശുവിനോട് ഏറ്റുപറയണം. യേശു ക്ഷമിക്കും. യേശു മോന് പൂർണ്ണമായ സൗഖ്യം തരും. മോൻ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് മോന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, പ്രിയവേദനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവന്റെ ശരീരത്തിന്റെ അവസ്ഥകളെ ദൈവം അറിയുന്നല്ലോ. ആക്സിഡന്റ് ഉണ്ടായ ക്ഷതങ്ങളെ ദൈവം അറിയുന്നല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സൗഖ്യം കൽപ്പിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ഉച്ചകൊള്ളക്കാരൻ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ദൈവശക്തി വ്യാപരിക്കട്ടെ. കൈയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നസറേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം വിടുതൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന വേണ്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. സൗഖ്യമാക്കും കർത്തൻ, ഞാൻ
സൗഖ്യദായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്ക ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ ഞാൻ നിന്റെ സൗഖ്യദായകൻ എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്ക ഹലോ സുജാൻറ്റി, സുഖമായിരിക്കുന്നോ? ആ, ഓ ഡിനുവോ? അവൻ സുഖമായിരിക്കുന്നു. അവരിപ്പോൾ പഴയ ആളൊന്നുമല്ല. ആ, പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? ആ ആ ഡിനുവോ? അവനിവിടെ ഉണ്ടല്ലോ. ആ ആ ഓക്കെ ആൻറ്റി, ഓക്കെ ആൻറ്റി, ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ. ഡിനു, ഡിനു മോനെ, ഡിനു മോനെ, ഡിനു ഇവൻ എവിടെ പോയി? ഡിനുവിന്റെ അവസ്ഥ അടിച്ചു പൊളിക്കായിരുന്നില്ലേ? ശരി, അവനുണ്ടല്ലോ ഒരു ഓളമുള്ളൂ. അല്ല, നമ്മുടെ അഖിലെന്തി? അവനാ രാഘവചേട്ടൻ്റെ കട വരെ പോയി. വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. അവനിപ്പോൾ ഇങ്ങനെ വരും. തോണ്ടറാവൻ വരുന്നു. അളി അറിഞ്ഞ നമ്മുടെ ഡിന്നിന്റെ അസുഖമൊക്കെ മാറി. നിന്നോടല്ലേ പറഞ്ഞേ? ഓ, അതാ രാഘവേട്ടനെ കണ്ട പറഞ്ഞ. എന്നാലും അവൻ നമ്മളെ വിളിച്ചില്ലല്ലോ. നീ അവനെ ഒന്ന് വിളിച്ചേ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഡിനു അല്ലേ വരുന്നത്? പോടെ, അത് ഡിനു ഒന്നുമല്ല. ശരിയാടാ, ഡിനുവാ. അളിയ, നിന്റെ അസുഖമൊക്കെ മാറിയോ? എല്ലാം പറയാം, നിങ്ങൾ ഇങ്ങി വാ. നീ എന്തോ പേപ്പർ വെച്ചോളം തുടങ്ങിയോ? അതൊക്കെ കള, നമുക്കൊന്ന് കൂടണ്ടേ? കൂടാൻ അതൊന്നും ഇനിയിപ്പോ നടക്കത്തില്ല. ഞാനിപ്പോ രക്ഷയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. രക്ഷയുടെ മാർഗോ? സാധാരണ മാർഗോ? ജോലി കിട്ടുന്ന പല മാർഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മാർഗം ഞാൻ ആദ്യമായിട്ട്. രക്ഷയുടെ മാർഗം നിങ്ങൾക്കറിയണമല്ലേ? ഞാൻ പറയാം. പണ്ട് വണ്ടിയിടിച്ച് ഒരു സൈഡ് തളർന്നുപോയ എന്നെ എൻ്റെ യേശുവാണ് ഇന്ന് ഈ നിലയിലെത്തിച്ചത്. യേശു വലിയവനാണ്. അവൻ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും. നാം അറിയാതെയും അറിഞ്ഞും ചെയ്ത ഒത്തിരി പാപങ്ങളുണ്ട്.
അതിൽ നിന്നെല്ലാം നമ്മെ വിടുവിക്കാൻ എൻ്റെ യേശുവിന് കഴിയും. അമ്മേ, ആ നീ വന്നോ? എന്തൊരു ചൂട്! ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അവളെന്തിയ അമ്മേ? അവൾ ആന്റിയുടെ വീട്ടിൽ പോയതാ. അമ്മ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു അമ്മേ. അതെന്താ മോനെ? ദൈവം എന്നെ വിടുവിച്ചത് എനിക്ക് അനേകരോട് പറയാൻ ഭാഗ്യമുണ്ടായി. ഞാൻ അറിഞ്ഞ രക്ഷ എനിക്ക് മറ്റുള്ളവരോടും പറയണോ അമ്മേ? ഇന്ന് ഞാനത് പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എത്ര നാൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് കൂട്ടുകൂടി എൻ്റെ ജീവിതം വേസ്റ്റാക്കി. ആ അമ്മേ, ഇന്ന് ഞാൻ അവരെ കണ്ടു. ഇനി എനിക്ക് അവരെ നേടണം. മോനെ, എത്ര നാളത്തെ അമ്മയുടെ കണ്ണുനീരും ഉപവാസവുമാണ് ഇങ്ങനെ നിന്നെ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥിച്ചാൽ ദൈവം എത്രയായാലും മറുപടി തരും. അതിനുദാഹരണമാണ് നീ കൂട്ടുകാരുടെ കൂടി അലമ്പി നടക്കുമ്പോഴൊക്കെ അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം അതിന് മറുപടി തന്നതാ. നമ്മൾ അനുഭവിച്ച വിടുതലും നീ അറിഞ്ഞ രക്ഷയും അനേകരോട് പറയണം. ശരിയാ അമ്മേ, ഇപ്പോഴാണ് ഞാൻ എൻ്റെ സന്തോഷം അനുഭവിക്കുന്നത്. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ മോനെ, അവസാനത്തോളം വിശ്വസ്തനായിരിക്കാം. എത്ര പ്രതികൂലം ജീവിതത്തിന് മുമ്പിൽ വന്നാലും ഇനി ആ പഴയ അവസ്ഥയിലേക്ക് നീ പിന്മാറിപ്പോകരുത്. ഇല്ലമ്മേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയ ഈ യേശുവിൻ്റെ സ്നേഹം വിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിന്മാറിപ്പോകുകയില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.